വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യും. ഈ വെക്കേഷൻ നമുക്ക് എവിടെ പോകണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ. കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം പ്രിഫർ ചെയ്യുന്നത് തണുപ്പുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻസൊക്കെയും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഞാൻ ഈ കാണിക്കുന്നത്. വെള്ളാർമലയും അതിനോടൊപ്പം തന്നെ അതിൽ നടുവിലൂടെ ഒഴുകി വരുന്ന ഇരുവഞ്ചിപ്പുഴയും കണ്ട് അത് അടുത്ത് തന്നെ താമസിക്കാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ മുത്തപ്പൻ പുഴ. കോഴിക്കോട് ജില്ലയിലെ മുത്തപ്പൻ പുഴ എന്ന വില്ലേജിൽ നമുക്ക് റിവർ വാലി എന്ന റിസോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മലനിരകളും അതിനോടുള്ള അരുവിയുടെയും ആ ഇലവഞ്ചിപ്പുഴയുടെയും തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റിവർ വാലി റിസോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡീലക്സ് റൂം, സൂപ്പർ ഡീലക്സ് റൂം, അതുപോലെ റോക്ക് വില്ല, അതുപോലെ ഹണിമൂൺ പാക്കേജ് വില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള കോട്ടേജുകളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. പ്രകൃതിയെ ഒന്ന് ഇടിച്ച് നിരത്തി ഒന്നും ചെയ്യാതെ ആ ഉള്ള പ്രകൃതിയുടെ ആ ഒരു മനോഹാരിത നിലനിർത്തിക്കൊണ്ടുള്ള വില്ലാസാണ് ഇവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ടാണ് വലിയ വലിയ റോക്കുകളൊക്കെ നമുക്ക് ഈ കോമ്പൗണ്ടിൽ കാണാൻ സാധിക്കും. ആ റോക്കിൻ്റെ മേളിലൊക്കെയാണ് കോട്ടേജുകളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് കുറേ റോക്ക് വില്ല എന്ന രീതിയിലും കോട്ടേജസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹണിമൂൺ കോട്ടേജസ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ സൂപ്പർ ഡീലക്സ് റൂംസ് ഒക്കെ ഉണ്ട്. നല്ല മനോഹരമായൊരു ആംബിയൻസ് ആണ് ഇവിടെ. അത് മാത്രമല്ല ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരെ സംബന്ധിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പാർക്കും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമുക്ക് വലിയവർക്കും അഡൽസിനും എൻജോയ് ചെയ്യാൻ പറ്റിയ ബാഡ്മിൻ്റൺ പോലുള്ള ഗെയിംസൊക്കെ കളിക്കാൻ പറ്റിയ ഏരിയ ഉണ്ട്. അതുപോലെ കിഡ്സിനുള്ള കിഡ്സ് പാർക്കുണ്ട്. ഇതൊന്നും കൂടാതെ ഞാൻ പറഞ്ഞു ഇരുവഞ്ചിപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റിസോർട്ടിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇരുവഞ്ചിപ്പുഴയുടെ തീരത്തോട്ട് ഇറങ്ങാവുന്നതാണ്. അത് സന്ധ്യയാകുമ്പോൾ അവർ ക്ലോസ് ചെയ്യും ആ ഗേറ്റ്. അല്ലാത്ത സമയത്ത് നമുക്ക് ഇറങ്ങി രാവിലെ ആണെങ്കിലും അവർ തുറന്നു തരും. നമുക്ക് ആ ഇരുവഞ്ചിപ്പുഴയിൽ കുളിക്കണം എന്നുള്ളവർക്ക് കുളിക്കാനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ആ പുഴയിലാണെങ്കിലും നല്ല ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.